അസ്സലാമു അലൈക്കും. കാലിക്കറ്റ് ഫ്ലേവേഴ്സിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് നമുക്ക് നമ്മളെ കിച്ചടി ഉണ്ടാക്കിയാലോ. കിച്ചടി എന്ന് പറഞ്ഞാൽ നമ്മളെ സദ്യയിലൊക്കെ ഉള്ള കിച്ചടിയല്ല, അതുപോലെ നല്ല സ്പൈസി ആയിട്ടുള്ള കിച്ചടിയും അല്ല. ഇത് നല്ല തേങ്ങാപ്പാലും പഞ്ചസാരയും നെയ്യൊക്കെ ചേർത്തിട്ടുള്ള നമ്മളെ കോഴിക്കോട്ടുകാർ സ്വന്തം കിച്ചടി. മധുരമൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഇത് ഇഷ്ടമാവും, പ്രത്യേകിച്ച് കുട്ടികൾക്ക്. അപ്പോൾ നമുക്ക് വേഗം പോയിട്ട് കിച്ചടി ഉണ്ടാക്കല്ലേ. ബിസ്മില്ലാ. അപ്പോൾ നമുക്ക് കിച്ചടി ഉണ്ടാക്കല്ലേ. കിച്ചടി ഉണ്ടാക്കാൻ ഞാനൊരു 3/4 കപ്പ് നമ്മളെ കിച്ചടി പരിപ്പാണ് എടുത്തിട്ടുള്ളത്. നമ്മളിതിന് കിച്ചടി പരിപ്പ് എന്ന് തന്നെ കേട്ടോ പറയൽ. ഇത് നമ്മളെ പായസത്തിലൊക്കെ എടുക്കുന്ന ആ പരിപ്പാണ്. നമ്മൾ ചെറുപയറിൻ്റെ പരിപ്പില്ലേ, ചെറിയ പരിപ്പ്, അതാണ് കേട്ടോ. അതൊരു 3/4 കപ്പ്. പിന്നെ എടുത്തിട്ടുള്ളത് ഒരു 1/2 കപ്പ് ബസ്മതി റൈസാണ്. നമ്മൾ സാധാരണ ഇതിന് നമ്മൾ കൈമ റൈസാണ് എടുക്കൽ. നമ്മൾ നെയ്ച്ചോറിനും ബിരിയാണിക്കൊക്കെ എടുക്കുന്ന ചെറിയ അരിയില്ലേ, അതാണ് എടുക്കൽ. പക്ഷേ എൻ്റെ കയ്യിലിപ്പോൾ കൈമ അരി ഇല്ല, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ബസ്മതി എടുത്തിട്ടുള്ളത്. ഇതിന് ഏറ്റവും ടേസ്റ്റ് കൈമ അരി തന്നെയാണ്. അപ്പോൾ അതില്ലെങ്കിൽ നിങ്ങൾക്ക് ബസ്മതി എടുക്കാം. പിന്നെ കൈമ റൈസ് എടുക്കുമ്പോൾ ഇതിൻ്റെ ഒരു പ്രപ്പോർഷൻ ഉണ്ടല്ലോ, അത് ഒരേപോലെ എടുക്കുക. അതായത് ഇപ്പോൾ 3/4 കപ്പ് കിച്ചടി പരിപ്പിന് 3/4 കപ്പ് അരി തന്നെ എടുക്കാം. ഇനി ഇത് രണ്ടും കൂടെ നല്ല പോലെ കഴുകണം. നല്ലോണം വെള്ളം തെളിയുന്ന അത്ര നന്നായിട്ട് കഴുകിയിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മളെ കിച്ചടി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു പ്രഷർ കുക്കർ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1.25 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പിൻ്റെ ഒരു അളവ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഈ വെള്ളത്തിൽ ഉപ്പിൻ്റെ ഒരു ടേസ്റ്റ് നമുക്കറിയണം, അത്ര ഒരു ഉപ്പുണ്ടാവണം. നമ്മളൊരു സ്വീറ്റായിട്ടുള്ള കിച്ചടി ആണെങ്കിലും ചെറുതായിട്ട് ഒരു ഉപ്പിൻ്റെ ടേസ്റ്റ് ഉണ്ടാവണം, അപ്പോഴേ ആ ഒരു കിച്ചടിൻ്റെ ടേസ്റ്റ് നമുക്ക് നന്നായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഉപ്പ് ചേർത്ത് ഇനി ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഉപ്പിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. ഇനി ഇതൊന്ന് ചൂടായതിന് ശേഷം നമുക്ക് അരിയും കിച്ചടി പരിപ്പും ചേർക്കാം. അപ്പോൾ ഇതാ നമ്മളെ വെള്ളം ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് കഴുകി വെച്ചിട്ടുള്ള നമ്മളെ അരിയും പരിപ്പും ചേർത്ത് കൊടുക്കുകയാണ്. പരിപ്പും അരിയും നന്നായിട്ട് കഴുകണം കേട്ടോ. വെള്ളം തെളിഞ്ഞ് കിട്ടണ വരെ കഴുകിയെടുക്കണം. ഇതാ അപ്പോൾ നമ്മൾ അരിയും പരിപ്പൊക്കെ ചേർത്തിട്ടുണ്ട്. ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇത് ഒന്ന് മൂടി വെച്ചിട്ട് ഒരു വിസിൽ വരുന്ന വരെ നമുക്ക് വേവിച്ചെടുക്കണം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു വിസിൽ. എന്നിട്ട് പിന്നെ അതിൻ്റെ ആവിയൊക്കെ പോയതിന് ശേഷം മാത്രം നമ്മളിത് തുറക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതൊരു മീഡിയം ഫ്ലെയിമിൽ കിടന്നിട്ട് ഒരു വിസിൽ വരട്ടെ. അപ്പോഴത്തേന് നമുക്കിതിന് വേണ്ട തേങ്ങാപ്പാൽ റെഡിയാക്കാം. ഇതാ അപ്പോൾ തേങ്ങാപ്പാൽ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു മുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇത് ചിരകി കുറച്ച് വെള്ളം ചേർത്തിട്ട് നമുക്ക് 1-ാം പാൽ എടുക്കാം. പിന്നെ കുറച്ചധികം വെള്ളം ചേർത്തിട്ട് 2-ാം പാൽ എടുത്തിട്ട് വരാം. നമ്മുടെ അരിയും പരിപ്പൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ. ഒരു വിസിൽ വന്ന് ആവിയൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. കറക്റ്റ് വേവായിട്ടുണ്ട്, വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. അതേസമയം അടിയിലൊന്നും പിടിച്ചിട്ടില്ല. ഇതാ ഞാനൊന്ന് ഇളക്കിയിട്ട് കാണിച്ചു തരാം. നമ്മൾ ചൂടോടെ തന്നെ ഇളക്കിയിട്ട് ഇത് ഉടച്ച് കളയരുത്. തേങ്ങാപ്പാൽ ചേർത്തിട്ട് മാത്രം ഇളക്കുക, അല്ലെങ്കിൽ ആകെ ഉടഞ്ഞു പോവും. ഞാനിപ്പോൾ ഏകദേശം ഒരു 3/4 കപ്പോളം നല്ല കട്ടി തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പക്ഷേ ആ വീഡിയോ മിസ്സായിപ്പോയി. ഒന്നുമില്ല, നമ്മൾ കട്ടി തേങ്ങാപ്പാൽ ഒഴിച്ച് മിക്സ് ചെയ്തെടുത്ത്, പക്ഷെ അത് മതിയായിട്ടില്ല. അതുകൊണ്ട് ഞാൻ ബാക്കി 2-ാം പാൽ എടുത്തിട്ട് അത് ചേർക്കുകയാണ്. നമുക്ക് ഇതിൻ്റെ കൺസിസ്റ്റൻസി ഒന്ന് റെഡിയാക്കി എടുക്കണം. അധികം തിക്കല്ല, എന്നാൽ അധികം ലൂസ് അല്ലാത്തൊരു രീതിയിലാണ് നമുക്ക് വേണ്ടത്. ഇത്ര തേങ്ങാപ്പാൽ മതി കേട്ടോ, അതന്നെ ധാരാളം. അതായത് നമ്മൾ ഒരു മുറി തേങ്ങ എടുത്തല്ലോ, അതിൽ നിന്ന് കിട്ടുന്ന പാൽ തന്നെ ധാരാളം. പിന്നെ അതിൻ്റെ കൺസിസ്റ്റൻസി ഒന്ന് റെഡിയാക്കി എടുത്താൽ മതി. അധികം തിക്കല്ലാതെ അധികം ലൂസ് അല്ലാതെ ആയിട്ട് വരണം. പിന്നെ അത് ചൂടാറുമ്പോൾ ഒന്ന് ചെറുതായിട്ട് തിക്കാവും. അങ്ങനെയും കൂടി കരുതിയിട്ട് വേണം നമ്മളിത് റെഡിയാക്കാൻ. അപ്പോൾ നമ്മൾ കിച്ചടി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിൻ്റെ ടെക്സ്ചർ ഒന്ന് കാണിച്ചു തരാം. നിങ്ങൾക്ക് കാണുമ്പോൾ ഇതാകെ ഉടഞ്ഞ പോലെ തോന്നുന്നുണ്ടാവും, പക്ഷെ ഇതാകെ ഉടഞ്ഞിട്ടില്ല. കുറച്ചിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ അരിയും പരിപ്പൊക്കെ ഇങ്ങനെ കാണുന്നത് കണ്ടോ. നമുക്ക് കഴിക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് കറക്റ്റായിട്ട് മനസ്സിലാവുക. നമ്മളിത് വല്ലാതെ ഇങ്ങനെ ഉടഞ്ഞു പോകരുത്. ഉടഞ്ഞു പോയാൽ ആകെ അതിൻ്റെ ടേസ്റ്റൊക്കെ പോവും. ഇതിലാകെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിൻ്റെ വേവ് കറക്റ്റ് ആവണം. പിന്നെ ഇത് വല്ലാതെ ലൂസാവരുത്. അങ്ങനെ ആയാൽ പിന്നെ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവില്ല. തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം ഒന്ന് ചെറുതായിട്ട് ചൂടാക്കണം കേട്ടോ. അടി പിടിക്കാതെ ശ്രദ്ധിക്കുക. ചെറുതായിട്ട് ഇളക്കി കൊടുക്കാം, അത്രേ ഉള്ളൂ. ഇനി നമുക്ക് കുറച്ച്
ഉള്ളി ഒന്ന് പൊരിച്ചെടുക്കണം. അപ്പോൾ നമുക്കിനി കുറച്ച് ഉള്ളി പൊരിച്ചെടുക്കാം. നമ്മളെ പാൻ ഏകദേശം ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഏകദേശം ഒരു 4-5 ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നല്ല നെയ്യ് കേട്ടോ, നമ്മൾ RKG മിൽമ പോലെയുള്ള നെയ്യ് എടുക്കുക. ഇനി നമുക്ക് കുറച്ച് ചുവന്നുള്ളി വേണം. ഞാനിപ്പോൾ ഇവിടെ ഒരു 5-6 ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. എനിക്ക് ഈ ചുവന്നുള്ളി പൊരിച്ചത് ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്, അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ നെയ്യ് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ചുവന്നുള്ളി നല്ല വട്ടത്തിൽ അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല ഗോൾഡൻ കളറാവണ വരെ നമുക്ക് പൊരിച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ ഉള്ളിയൊക്കെ നല്ല ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം. കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കുക കേട്ടോ. കരിഞ്ഞു പോയാൽ പിന്നെ ആകെ ഒരു വല്ലാത്തൊരു ടേസ്റ്റ് ആവും. നമ്മളെ കിച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് സെർവ് ചെയ്യുന്നത് നോക്കാം. നല്ല ചൂടോടെ തന്നെ സെർവ് ചെയ്യാം കേട്ടോ. അപ്പോഴാണ് കഴിക്കാൻ നല്ല ടേസ്റ്റ്. ചൂടാറുമ്പോൾ ഇതൊന്ന് തിക്കാവും. ഇനി ഇതാ ഇവിടെ ഒരു പാത്രത്തിൽ കുറച്ച് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇത് നിങ്ങളെ മധുരത്തിനനുസരിച്ചിട്ട് ചേർക്കാം. പിന്നെ ഇതാ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച നെയ്യും ഉള്ളിയും. ഇനി നമുക്ക് ഇതിൻ്റെ മേലെ കുറച്ച് പഞ്ചസാര ഇങ്ങനെ വിതറി കൊടുക്കാം. മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ. കുറച്ച് മധുരമൊക്കെ ഉണ്ടാകുമ്പോഴാണ് ഇതിന് ടേസ്റ്റ്. നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ തന്നെ പഞ്ചസാര ചേർത്താൽ ഈ ഒരു ടേസ്റ്റ് കിട്ടില്ല. കഴിക്കുമ്പോൾ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ പഞ്ചസാര കടിക്കുന്ന ഒരു ടേസ്റ്റാണ് എനിക്കിഷ്ടം. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചല്ലോ നെയ്യിൽ ഉള്ളിയൊക്കെ ഇട്ടിട്ട് നല്ല ഗോൾഡൻ കളറിൽ പൊരിച്ചെടുത്തില്ല, അതും ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ കുറച്ച് അധികം ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമാണ് ഇങ്ങനെ ഉള്ളി പൊരിച്ചിട്ടുള്ള ഒരു ടേസ്റ്റ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കുറച്ചിട്ടെടുത്താലും മതി. അപ്പം നമ്മൾ കിച്ചടി ഇവിടെ വിളമ്പി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു സ്പൂൺ കൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒരു സൈഡിൽ നിന്ന് നമ്മുടെ പഞ്ചസാരയും നെയ്യൊക്കെ ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് കഴിക്കാം. നമുക്ക് രാവിലെയൊക്കെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം കൂടിയാണ് കേട്ടോ. കുട്ടികൾക്കും പ്രഗ്നൻറ്റ് ലേഡീസിനും പിന്നെ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നവർക്കൊക്കെ വളരെ നല്ലതാണ്. നമ്മൾ പരിപ്പും തേങ്ങാപ്പാലൊക്കെ ചേർത്തുണ്ടാക്കണോണ്ട്. പിന്നെ പഞ്ചസാര ചേർക്കണില്ലെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഐറ്റം കൂടിയാണിത്. ഇനി നിങ്ങൾ കൈമ റൈസ് യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ 1/2 കപ്പ് കിച്ചടി പരിപ്പും 1/2 കപ്പ് കൈമ റൈസും പിന്നെ ഒരു 1.5 കപ്പ് വെള്ളവും എടുക്കുക. ബാക്കിയൊക്കെ ഇതുപോലെ തന്നെ ചെയ്യാം. പിന്നെ വേവ് കുറഞ്ഞു പോവുകയാണെങ്കിൽ ആദ്യം 2ാം പാൽ ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിച്ചിട്ട് വേവിക്കാം. വെന്ത് അലിഞ്ഞ് പോവാതെ ശ്രദ്ധിച്ചാൽ മതി. നല്ല എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കാം. ഇതൊരു സ്പെഷ്യൽ റിക്വസ്റ്റഡ് റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. എന്തായാലും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. സാറ്റിസ്ഫൈഡ് ആകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.